എൻ്റെ പേര് ശശികല. +2 എക്സാമിന് ശേഷമാണ് ഞാൻ ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ടാണ് സഫയറിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ മുൻ പ്രിൻസിപ്പളായ മാലിനി ടീച്ചർ വഴിയാണ് ഞാൻ സഫയറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രാഷ് കോഴ്സിന് എത്തിയ സമയത്ത് തന്നെ ഒരുപാട് ഫീസ് അളവ് തന്നിട്ടാണ് ഞാനിവിടെ പഠിച്ചത്. ഇവിടെ എത്തിയ സമയത്ത് എനിക്ക് എൻട്രൻസിനെ പറ്റിയൊന്നും അത്ര അറിയില്ലായിരുന്നു. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അതൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു മാസത്തെ ക്രാഷ് കോഴ്സിന് വന്നതിന് ശേഷമാണ് എൻട്രൻസ് എന്താണെന്നും അതെങ്ങനെ പഠിച്ചാലാണ് കിട്ടുന്നതെന്നും +1 +2 ബോർഡ് എക്സാമിന് പഠിക്കുന്ന പോലെയുള്ള പഠിച്ച പോലെ എഴുതിയാൽ ഞങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതല്ലാന്ന് എനിക്ക് മനസ്സിലായി. ക്രാഷ് കോഴ്സ് കഴിഞ്ഞ സമയത്ത് എനിക്ക് 423 മാർക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം നീറ്റ് എഴുതിയ സമയത്ത്. അപ്പോൾ തന്നെ എനിക്കൊരു കുറച്ച് കോൺഫിഡൻസ് കിട്ടിയായിരുന്നു, ഒരു വർഷം നന്നായിട്ടിരുന്ന് പഠിച്ചാൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടെ റിപ്പീറ്റിനായിട്ട് വരുന്നത്. റിപ്പീറ്റിന് വന്നപ്പോൾ ഫീസ് മൊത്തം ഇളവുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ പഠിച്ചത്. സഫയറിന് തന്നെ ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് യാത്രയുടെ ഒരു സമയങ്ങളെല്ലാം എനിക്ക് ലാഭിക്കാനായിട്ട് പറ്റി. അത്രയും സമയം എനിക്ക് സ്റ്റഡീസിനായിട്ട് കൊടുക്കാനായിട്ട് പറ്റി. ഞാൻ +1 +2 നന്നായി പഠിച്ചു എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പഠിച്ച ടോപ്പിക്കുകൾക്കൊക്കെ എന്തുമാത്രം ഡെപ്ത് ഉണ്ടെന്നും അതെങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നും ഞാൻ അറിയാതെ പോയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവിടുത്തെ ക്ലാസ്സുകളിലൂടെ അറിയാനായിട്ട് കഴിഞ്ഞു. പിന്നെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴത്തേക്കും അതിനനുസരിച്ച് എക്സാംസ് നടത്തുന്നുണ്ടായിരുന്നു. ഓരോ എക്സാം കഴിയുന്ന സമയത്തും മാർക്കുകൾ കൂടിക്കൂടി വന്നു. ആദ്യം ഇവിടുത്തെ യൂണിറ്റ് ടെസ്റ്റ് എക്സാംസും സിയോട്ട്സൊക്കെ എഴുതിയ സമയത്ത് മാർക്കൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പോഴൊക്കെ ഒരുപാട് കോൺഫിഡൻസ് ലെവൽ താന്നു. പക്ഷേ ഓരോ ടീച്ചേഴ്സിൻ്റെ അടുത്തും പോയി വിഷമങ്ങൾ പറയുന്ന സമയത്ത് അവരതിനനുസരിച്ച് എങ്ങനെയാണ് ഇനി അടുത്ത എക്സാംസ് ഫോളോ ചെയ്യേണ്ടതെന്നും എങ്ങനെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷം മൊത്തം ഞാൻ ഇന്ന് വർക്ക് ചെയ്തൊരു പ്ലേസാണ് സഫയറിൻ്റെ ലൈബ്രറി എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ക്ലാസ്സിന് ശേഷം ഈവനിങ് 4:30 മുതൽ 10:30 വരെ ഈ ലൈബ്രറിയിൽ ഇരുന്നാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഒരു വർഷം ഇത്രയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് അതിനനുസരിച്ചുള്ള റിസൾട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഹോളിഡേയ്സിലാണെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ലൈബ്രറിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്ലാസ്സുകൾക്ക് ശേഷം ഏതെങ്കിലും ടോപ്പിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഇവിടെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ട്. എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ടീച്ചേഴ്സിന് ഞങ്ങൾക്ക് വെച്ച് തരികയും ഞങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സമയം തരികയും നമുക്ക് എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു തരാനായിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര വില്ലിങ് ആണ്. അപ്പോൾ ഈ ലൈബ്രറിയിൽ എല്ലാ കുട്ടികളുടെയും കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോഴത്തേക്കും ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യാതെ ഞങ്ങൾക്കിരുന്ന് പഠിക്കാൻ തോന്നും. +1 +2 ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ആദ്യമൊക്കെ ലൈബ്രറിയിൽ വന്ന് ഒരുമിച്ച് പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരു 2-3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ഞങ്ങൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരിക്കലും ഞങ്ങൾക്ക് ഒരേ ഫ്ലോയിൽ ഇങ്ങനെ പഠിച്ചു പോകാനായിട്ട് തോന്നത്തില്ല. അപ്പോൾ ഇത്രയും കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഒരു ടൈം പോലും നമുക്ക് വേസ്റ്റ് ചെയ്യാനായിട്ട് തോന്നത്തില്ല. അടുത്തിരിക്കുന്ന കുട്ടികൾ നന്നായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും കൂടി വർക്ക് ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു ഗ്രൂപ്പ് സ്റ്റഡിക്ക് ഉണ്ടെന്ന് സഫയറിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അപ്പോൾ മെയ് 4-ാം തീയതി രാത്രി 10:30 വരെ ഞാൻ ഈ ലൈബ്രറിയിൽ ഇരുന്നാണ് വർക്ക് ചെയ്തത്. അപ്പോൾ 10:30 ഈ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഇനി ഈ ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല എന്നോർത്ത് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. ഒരു വർഷം ഈ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചതിന് ശേഷം ഞാൻ ലൈബ്രറിയായിട്ട് അത്രമാത്രം ഒരു ബന്ധത്തിലായി, അത്രമാത്രം ഒരു ഇൻറ്റിമസി എനിക്ക് ലൈബ്രറി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലൊരു ലൈബ്രറി ഇനി ജീവിതത്തിൽ ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഡോക്ടർ എന്ന അംബീഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും സഫയറിലേക്ക് വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒന്നും അറിയാത്തതിൽ നിന്നുമാണ് ഞാൻ ഇത്രയും ഒരു നിലയിലേക്ക് എത്തിയത്. എനിക്ക് സത്യത്തിൽ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. +1 +2 ബോർഡ് എക്സാമിന് ചെറുതായിട്ട് എന്തൊക്കെ പഠിച്ചാണ് എക്സാം എഴുതിയത്. എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടതെന്നും എങ്ങനെയാണ് നോട്ട്സ് പഠിക്കേണ്ടതെന്നും എങ്ങനെ അത് ഓർത്ത് വെക്കണമെന്നൊക്കെ ഞാൻ പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് പോലും നീറ്റ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് സാധിച്ചത് ഞാൻ സഫയറിൽ വന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കേരള മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു നേട്ടത്തിൽ ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് പങ്കുണ്ട്. അപ്പോൾ ആ ടീച്ചേഴ്സിനോട് എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഡയറക്ടർ സുനിൽകുമാർ സാറിനോട്. സാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ എക്സാംസ് കഴിയുമ്പോഴും കോൺഫിഡൻസ് ലെവൽ ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ തന്നെ അവരെല്ലാവരും അതിൽ നിന്നൊക്കെ ഞങ്ങളെ പിടിച്ച് കരക്കയറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു
ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചത് സഫയറിൻ്റെ പിന്തുണ കൊണ്ടാണ്. പിന്നെ ഡയറക്ടർ സാറാണ് എനിക്ക് എൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കുകയും ഇനിയുള്ള 5 വർഷത്തെ പഠനമെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വലിയൊരു പാത തന്നെയാണ് സഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും ഇവിടെ തന്നെ വന്ന് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സഫയറിനോട് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഇത്രയും വലിയൊരു ഭാവി നൽകിയതിന് നന്ദി. Safir, the dream team in entrance coaching.